അതായത് പോലീസ് നാട് മുഴുവൻ അരിച്ചുപെറുക്കി തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട് സന്തോഷ്, ഈ ജയിൽ വളപ്പിനുള്ളിൽ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ പുറത്തും അന്വേഷണം ആരംഭിച്ചിരുന്നില്ലേ? തീർച്ചയായും ആ സമയത്ത് തന്നെ കാരണം ഈ സെല്ലിൽ ഈ ഗോവിന്ദസ്വാമിയെ കാണാതെ വന്നതോടുകൂടി തന്നെ ഉടൻ തന്നെ പോലീസിന് കൈമാറിയിരുന്നു. ഒരേ സമയത്ത് തന്നെ ജയിൽ വളപ്പിലും അതോടൊപ്പം തന്നെ പുറമെ പോലീസിന്റെ നേതൃത്വത്തിലും ഉള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. ഏതായാലും ഇതുവരെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ജയിൽ അധികൃതരും അതോടൊപ്പം തന്നെ പോലീസും അന്വേഷണം തുടരുകയാണ്. മനു, സന്തോഷ്, ഇപ്പോൾ വലിയ തോതിൽ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ഇയാളെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോട് പ്രത്യേക സെല്ലിലല്ലേ അവിടെ പാർപ്പിച്ചിരുന്നത്? അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള വലിയ സുരക്ഷ, കാരണം ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന പ്രതികളെ അതിന്റെ ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള അവരുടെ ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ചുള്ള തടവ് തന്നെയാണ് ഉള്ളത്. അത്തരത്തിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ജയിലിൽ തന്നെയാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നും എങ്ങനെയാണ് ഇയാൾക്ക് കടക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇപ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പ്രാഥമികമായി ഇയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഏറ്റവും തുടക്കത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് സംബന്ധിച്ച് വകുപ്പുതല പരിശോധനയും മറ്റുമെല്ലാം എന്തായാലും ഉണ്ടാകുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസും അതോടൊപ്പം തന്നെ ജയിൽ അധികൃതരും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സന്തോഷം, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിക്രൂരനായ പ്രതിയാണ്. സൗമ്യയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, അതിനുശേഷം കല്ലിന് ഇടിച്ചടക്കം കൊലപ്പെടുത്തുന്ന ഏറ്റവും ക്രൂരമായ മനസ്സുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അയാളാണ് ജയിൽ ചാടിയത് എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അത് വലിയ ഭീതിയും ആശങ്കയും ഉയർത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉണ്ട്. കാരണം ഈ ഒരു സംഭവം തന്നെ, സൗമ്യയുടെ കൊലപാതകം എന്ന് പറയുന്നത് തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം ആയിരുന്നു. അതായത് സ്ത്രീകളുടെ സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള ഒരു അവകാശത്തെ പോലും ഹനിക്കുന്ന അത്തരത്തിൽ അവരുടെ സ്ത്രീകളുടെ ജീവന് വെല്ലുവിളിയുണ്ട് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ സൗമ്യയുടെ കൊലപാതകം എന്ന് പറയുന്നത്. കേരള മനസാക്ഷി ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദസ്വാമി അത്യന്തം ക്രൂരനായ ഒരു കൊലപാതകിയായി കേരളം കാണുന്ന ഒരു പ്രതിയാണ് ഈ ഗോവിന്ദസ്വാമി. അതുകൊണ്ട് ജയിൽ ചാടി എന്നുള്ള വിവരം പോലും ഒരുപക്ഷെ നമുക്ക് ഈ സിനിമാ കഥകളിൽ പറയുന്നത് പോലെ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകി ജയിൽ ചാടി എന്ന് പറയുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ അതേ ഗൗരവത്തിൽ തന്നെ പോലീസ് ഇക്കാര്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള പോലീസിന്റെ നിഗമനം എന്താണ്? ഇയാൾ നഗരം വിട്ടുപോകാനുള്ള ഒരു സമയമായിട്ടുണ്ടോ? അതിനുള്ള ഒരു സാവകാശം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ പോലീസ് പ്രാഥമികമായുള്ള നിഗമനങ്ങളൊക്കെ എന്തൊക്കെയാണ്? അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ പോലീസ്? പോലീസ് വളരെ വിശദമായിട്ടുള്ള, അതായത് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല റോഡുകളും, അതായത് ഈ പോകാൻ സാധ്യതയുള്ള വഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അവിടെയുള്ള CCTV എല്ലാം കേന്ദ്രീകരിച്ച് അധികം ദൂരം പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഈ സമയത്തിനുള്ളിൽ പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നിഗമനം. കാരണം പുറമെ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാരണം എന്താ, ഈ ഗോവിന്ദസ്വാമിയെ എല്ലാ മലയാളികളും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കടന്നുകളയൽ എളുപ്പമല്ല എന്ന് പോലീസിന്റെ നിഗമനമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഇക്കാര്യം വളരെ ഇന്ന് രാവിലെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മുതൽക്ക് തന്നെ ഇവിടെ ജയിൽ അധികൃതർ പറയുന്നത് എന്താണ് സന്തോഷ്? ഇയാളെ ഇന്നലെ അവസാനമായി എപ്പോഴാണ് സെല്ലിനുള്ളിൽ ജയിൽ ജീവനക്കാർ കണ്ടത്? എപ്പോഴാണ് ഇയാൾ മിസ്സായി എന്ന് മനസ്സിലാക്കുന്നത്? ഇന്നലെ രാത്രി ഇയാളെ സെല്ലിൽ കണ്ടിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇയാളെ അവിടെ കാണാതായത് എന്നുള്ളതാണ് ജയിൽ അധികൃതർ പറയുന്നത്. അതിനുശേഷം സ്വാഭാവികമായും ഉടൻ തന്നെ ജയിലിൽ ഹൈ അലർട്ട് നൽകുകയും ജീവനക്കാർ ഉടൻ തന്നെ പരിശോധന ആരംഭിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാവിലെ മുതൽക്ക് തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തതാണ്. നേരിയൊരു നിഗമനം ഒരുപക്ഷെ ജയിലിന് പുറത്ത് കടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള നിഗമനം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ വളപ്പിലാണ് വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയെങ്കിലും എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഇത് പുറമേക്കുള്ള ആ ഘട്ടത്തിൽ തന്നെ പുറമെയും അന്വേഷണം പോലീസ് ആരംഭിച്ചിരുന്നു. കൂടുതൽ വിപുലമായ രീതിയിലുള്ള അന്വേഷണം ഈ ജയിൽ ജീവനക്കാർ ഇയാളെ ജയിലിൽ കാണുന്നില്ല, സെല്ലിൽ കാണാതിരിക്കുന്നു. സെല്ലിന്റെ പൂട്ട് തുറന്ന നിലയിലായിരുന്നോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഭിത്തി തുറന്നോ? നമ്മൾ അങ്ങനെ ഒരുപാട് രീതികൾ കണ്ടിട്ടുണ്ടല്ലോ ജയിൽ ചാടുന്നതിനൊക്കെ. അങ്ങനെ രക്ഷപ്പെട്ടതിന്റെ രീതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക്?
അത് സംബന്ധിച്ച് ജയിലിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം അതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജയിൽ അധികൃതർ പുറത്തുവിട്ടിട്ടുമില്ല. നിലവിൽ ഈ ജയിലിൽ കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അക്കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മനു, തീർച്ചയായും സന്തോഷ്, ഇതിൽ തീർച്ചയായും ജയിൽ ജീവനക്കാർ ഉത്തരം പറയേണ്ടി വരും. ഇത്രയും ഒരു വലിയ ക്രിമിനൽ, ഒരുപാട് പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയായ ആളുകൾ കിടക്കുന്ന ഒരു ജയിലിൽ ഇങ്ങനെ ഒരാൾ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തെടുക്കുകയായിരുന്നു അവർ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നില്ലേ ജയിൽ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ? പറഞ്ഞോളൂ. മനു, തീർച്ചയായും അത് എല്ലാം പരിശോധന നടക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏതായാലും വകുപ്പ് തലത്തിലുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും കൂടുതൽ നടക്കേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. മനു, ശരി, ഏതായാലും സന്തോഷേ, അല്പസമയത്തിനകം വേഗത്തിൽ വിവരങ്ങൾ എടുക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു. സൗമ്യ വധക്കേസ് നമുക്കറിയാം. ഏറ്റവും ക്രൂരമായ രീതിയിൽ നമ്മുടെ ഒരു സഹോദരിയെ കൊലപ്പെടുത്തിയവനാണ് ഇവൻ. അവനിപ്പോൾ ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ജയിൽ ചാടിയിരിക്കുന്നത്. ആ കൊലപാതകിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ മുഖഛായയുള്ള ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. എവിടെയെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഇതാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ജയിലിൽ കിടന്ന് തിന്നുകൊഴുത്ത് ഇപ്പോൾ ഒരു സിനിമാ നടനെ പോലെ ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇതാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ കൊടും ക്രിമിനൽ. ഇവനാണിപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. ഏതായാലും പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട് കണ്ണൂർ നഗരവും മറ്റു പ്രദേശങ്ങളുമൊക്കെ. അല്പസമയത്തിനകം തന്നെ പിടിയിലാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ ജയിൽ ചാടിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് മറ്റൊരു വശം, അത് ആ രീതിയിൽ പരിഗണിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗോവിന്ദസ്വാമിയെ പിടിക്കുക എന്നത് തന്നെയാണ്. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ സെൻട്രൽ ജയിലിൽ നിന്ന് മിസ്സായതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജയിൽ വളപ്പ് വളരെ വിശാലമാണ്. ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളും കാട് പിടിച്ച ഇടങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ. അവിടെ മുഴുവൻ അരിച്ചുപെറുക്കി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഈ കണ്ണൂർ ജയിൽ വളപ്പിനുള്ളിൽ തന്നെ പരിശോധന നടക്കുമ്പോൾ തന്നെ പുറത്തും പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങൾ, ഈ വാർത്ത ഇന്നാദ്യം പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത് കൈരളി ന്യൂസാണ്. ഒന്നാമതായി ഈ വാർത്ത ഏറ്റവും വലിയ വാർത്തയായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത് കൈരളി ന്യൂസ് കൂടിയാണ്. കൈരളി ന്യൂസിന്റെ ഏറ്റവും ബിഗ് ബ്രേക്കിംഗ് ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഈ വാർത്ത എത്തിയത്. സൗമ്യ വധക്കേസ് പ്രതിയായ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് ആദ്യം നൽകിയത് ഞങ്ങൾ കൂടിയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ കാണേണ്ട ഒരു വാർത്ത കൂടിയാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾപ്പെട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ വാർത്ത ആദ്യം ഞങ്ങൾ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സൗമ്യ വധക്കേസ് പ്രതിയായ ട്രെയിനിൽ കൊലപാതകം നടത്തിയ ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്ത ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതിൻ്റെ പരിശോധനകൾ വിവിധയിടങ്ങളിൽ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി തെരച്ചിൽ നടത്തുന്നു. എത്രയും വേഗം പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗോവിന്ദസ്വാമി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഇയാൾ സെല്ലിലുണ്ടായിരുന്നു. വിവിധ സമയങ്ങളിൽ പരിശോധന നടത്തി ഇയാളെ സെല്ലിലെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ കാണുകയും ഒക്കെ ചെയ്തതാണ് ഈ സെല്ലിന് മുൻപിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റുമ്പോൾ. എന്നാൽ പുലർച്ചെ നോക്കുമ്പോൾ ഇയാൾ ജയിലിൽ ഉണ്ടായില്ല, സെല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നത് കാണുകയും പിന്നീട് വളരെ വേഗത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ജയിൽ ചാടിയത്, ഏത് രീതിയിലാണ് ജയിൽ ചാടിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതീവ സുരക്ഷയുള്ള ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. CCTV സർവൈലൻസ് അടക്കമുള്ള സ്ഥലം കൂടിയാണ്. അവിടെ നിന്ന് ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ഇയാൾ എങ്ങനെ പുറത്തു ചാടി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് വകുപ്പ് ആ രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. അത് മറുവശത്ത് നടക്കും. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ഇയാളെ കണ്ടുപിടിക്കുക എന്നതിന് തന്നെയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് മുഴുവൻ അരിച്ചുപെറുക്കിക്കൊണ്ട്, എല്ലാ മേഖലകളും അരിച്ചുപെറുക്കിക്കൊണ്ട് നടത്തുന്നത്.